ഈ പെൺകുട്ടിയുടെ മൃതദേഹം ഞാൻ കാണുകയുണ്ടായി. അതുവരെ പെൺകുട്ടി എവിടെയുള്ളതാണെന്നോ എന്താണെന്നോ ആർക്കും അറിയില്ലായിരുന്നു. ആ പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടതിന് ശേഷം എനിക്കൊരു സംശയം തോന്നി. എനിക്ക് പരിചയമുള്ള കുട്ടിയാണെന്ന് തോന്നിയതിൻ്റെ അടിസ്ഥാനത്തിൽ 3 ആംബുലൻസാണ് വന്ന്, പിന്നെ ഫയർഫോഴ്സ് വന്നു. ഇങ്ങനെ ഈ കുട്ടി എടുത്തുകൊണ്ട് പോകുന്നത്. ഈ കുട്ടി ഇവർ ഒരുമിച്ച് പഠിച്ചാണ്. ഈ പയ്യനും ഒരുമിച്ച് പഠിച്ചു. ഈ പെൺകുട്ടിയുമായി കണക്ട് ചെയ്ത് ഇവർ ഈ കുട്ടിയുടെ ബന്ധം വീട്ടുകാർ താല്പര്യപ്പെടാത്തത് കൊണ്ടാണ്. ഫർസാന എന്ന കുട്ടിയെ ഇതിനു മുൻപ് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല, നമ്മളാരും കണ്ടിട്ടില്ല. ഇന്ന് 3:30 മണിക്കാണ് ഈ കുട്ടി ഇവിടെ വരുന്നതെന്ന് പറയുന്നത്. പിന്നെ ഇവിടുന്ന് എടുത്തുകൊണ്ട് പോകുമ്പോൾ കുട്ടി എടുത്തുകൊണ്ട് പോകുമ്പോൾ എന്ന് പറഞ്ഞാൽ കുട്ടിയുടെ മുഖത്ത് മുടി പാറി കിടക്കുകയാണ്. അപ്പം നമുക്ക് ഒന്നും അറിയില്ല. 3 ആംബുലൻസാണ് വന്ന്, പിന്നെ ഫയർഫോഴ്സ് വന്നു. ഇങ്ങനെ ഈ കുട്ടി എടുത്തുകൊണ്ട് പോകുന്നത്. ആംബുലൻസുകൾ ഇങ്ങനെ പറയുന്നു. അങ്ങനെയാണ് ഞങ്ങളൊക്കെ ഓടിക്കൊണ്ട് വന്നത്. പിന്നെ വന്നപ്പോഴാണ് ഇങ്ങനെ ഈ കുട്ടി ഇവർ ഒരുമിച്ച് പഠിച്ചതാണ്. ഈ പയ്യനും ഒരുമിച്ച് പഠിച്ചു. പയ്യൻ എവിടെയാ പഠിച്ചത്? ബൈജു ഇവർ ഒരുമിച്ച് പഠിച്ച എവിടെയാണ്? നമ്മളെ വെഞ്ഞാവിടെ സ്കൂളിലാണ്. അതാണ് പഠിച്ചത്. രണ്ടാൾക്കും ഒരേ പ്രായമാണ്. ഒരേ പ്രായക്കാരാണ്. ഇദ്ദേഹത്തിൻ്റെ മകൻ്റെ കൂടെയാണ്. മകൻ ഇപ്പോൾ ബാംഗ്ലൂരാണ് ജോലി ചെയ്യുന്നത്. പക്ഷേ ഭയങ്കര ഇതായിപ്പോയി. നമുക്കൊക്കെ ഒരു ഷോക്കായിപ്പോയി. ഇങ്ങനെ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത് നമുക്ക് ആർക്കും സഹിക്കാൻ പറ്റാത്തൊരു വിഷയം തന്നെ. ഈ കൊല ചെയ്യപ്പെട്ട പെൺകുട്ടി എൻ്റെ വാർഡിൽ ദീർഘകാലം താമസിച്ചിരുന്നു. ഇപ്പം മറ്റൊരു വാർഡിലാണ്. നിലനാട് പഞ്ചായത്തിലെ വെഞ്ഞാറമൂട് മുക്കുന്നൂരാണ് വീട്. ഇത് പിന്നെ എങ്ങനെയാണ് ഈ വിവരം? വിവരം അറിയുന്നത് ഈ പോലീസ് വന്നതിന് ശേഷമാണ്. ഇങ്ങനെ ഇവിടെ ഒരു കൊലപാതകം നടന്നു എന്നും ആ വാർത്തയുടെ അടിസ്ഥാനത്തിൽ ഞങ്ങളിവിടെ വരുമ്പോൾ ഇവിടുന്ന് ഈ ബോഡി ഇവരെല്ലാം 3 പേരെയും ഗോകുലം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. അപ്പോൾ ഞങ്ങൾ ഉടൻ തന്നെ ഗോകുലം മെഡിക്കൽ കോളേജിൽ പോയി ഈ 3 പേരെയും കണ്ടു. അപ്പോൾ 2 പേര് തൽക്ഷണം തന്നെ മരണപ്പെട്ടു എന്നാണ് അവിടെ ഡോക്ടർമാരും പോലീസും പറഞ്ഞത്. ഈ അമ്മയുടെ സ്ഥിതി, മാതാവിൻ്റെ സ്ഥിതി വളരെ ക്രിട്ടിക്കലാണ്, വളരെ സീരിയസ് ആണ്. ഈ പെൺകുട്ടിയുടെ മൃതദേഹം ഞാൻ കാണുകയുണ്ടായി. അതുവരെ പെൺകുട്ടി എവിടെയുള്ളതാണെന്നോ എന്താണെന്നോ ആർക്കും അറിയില്ലായിരുന്നു. ആ പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടതിന് ശേഷം എനിക്കൊരു സംശയം തോന്നി. എനിക്ക് പരിചയമുള്ള കുട്ടിയാണെന്ന് തോന്നിയതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെയുള്ള പഞ്ചായത്ത് മെമ്പറെ ഞാൻ ബന്ധപ്പെടുകയും അദ്ദേഹം പോയതിന് ശേഷമാണ് ഇത് ഐഡൻറ്റിഫൈ ചെയ്തത് ഈ കുട്ടിയാണെന്നുള്ളത്. ഫർസാനെ മുൻപ് കണ്ടിട്ടുണ്ടോ? എനിക്കറിയാം, ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ട്. എൻ്റെ വാർഡിൽ താമസിച്ചിരുന്ന കുട്ടികൾ അന്ന് കുട്ടികളായിരുന്നു. പക്ഷേ ഈ കുട്ടിയുടെ ഉമ്മയും വാപ്പയും ഇന്നലെയും ഞാനുമായി ഉച്ചയ്ക്ക് 1 മണി വരെ സംസാരിച്ചിരുന്ന ഒരാളാണ്. ഇങ്ങനെ ഒരു ബന്ധമുള്ളതായ ആ കക്ഷി പിതാവ് എന്നോട് പറഞ്ഞിട്ടുമില്ലേ ഈ കാര്യങ്ങളൊന്നും. ഇന്ന് 3:30 മണിക്ക് ശേഷമാണ് കുട്ടി വീട്ടിൽ നിന്ന് പോയതെന്നാണ് അവർ പറയുന്നത്. ഈ ബോഡി നോക്കുമ്പോൾ പോലീസിനൊപ്പം താങ്കളുണ്ടായി? ഇല്ലില്ല, ആംബുലൻസിലേക്ക് പോകുമ്പോഴാണ് നമ്മൾ എത്തുന്നത്. അതെ. പിന്നെ കുട്ടിയുടെ ബന്ധുക്കളും രക്ഷിതാക്കളൊക്കെ എങ്ങനെയാണ്? പൊതുവെ എങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും? പൊതുവെ ഇവിടെ ഒരു ശാന്ത സ്വഭാവക്കാരായിട്ടുള്ള ആളുകളാണ്. ഈ പയ്യന്മാരെ കുറിച്ചും വേറെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളൊന്നും ആർക്കുമില്ല. ഈ കൊച്ചു പയ്യന്മാരല്ലേ, 23 വയസ്സും മറ്റേ ആളിന് 14 വയസ്സുമാണ്. അപ്പോൾ അങ്ങനെ അവരെക്കുറിച്ച് വളരെ മോശം അഭിപ്രായങ്ങളൊന്നും നാട്ടിലില്ല. അപ്പോൾ ഇതെന്ത് സംഭവിച്ചു? ഇതുമായി നമുക്കുണ്ടായ നാട്ടുകാരെന്നുള്ള അല്ലെങ്കിൽ ഞങ്ങൾക്കുള്ള സംശയം ഈ പെൺകുട്ടിയുമായി കണക്ട് ചെയ്ത് ഇവർ ഈ കുട്ടിയുടെ ബന്ധം വീട്ടുകാർ താല്പര്യപ്പെടാത്തത് കൊണ്ടായിരിക്കാം ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നാണ് വിശ്വസിക്കുന്നത്. കാരണം കൊച്ചുകുട്ടികളല്ലേ ഇവർ. അങ്ങനെ ഒരു എതിർപ്പുണ്ടാവാൻ സാധ്യത ഉണ്ടായിരിക്കാം. നമ്മുടെ ഒരു അനുമാനമാണ്. അഫാനെ കണ്ടിരുന്നു മുൻപ് എപ്പോഴെങ്കിലും? ഇല്ല. ഈ നിങ്ങളുടെ പ്രദേശത്ത്? ഇല്ല. അങ്ങനെ ഒരു ശാന്ത സ്വഭാവത്തിലുള്ള വേറെ ആളുകളുമായി വലിയ ബന്ധമില്ലാത്ത ഒരു ചെറുപ്പക്കാരനാണ്. പെൺകുട്ടിയെക്കുറിച്ചുള്ള വിവരങ്ങളാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഫർസാന ഇന്ന് 3:30 ഈ ഒരു വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുവന്നതിന് ശേഷം ഇത്തരത്തിലൊരു ക്രൂരകൃത്യം ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ ഫർസാന ചെറിയ പ്രായമുള്ള ആളാണ്, PG വിദ്യാർത്ഥിയാണ് എന്നാണ് നമ്മളോട് വ്യക്തമാക്കിയിരിക്കുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് വെഞ്ഞാറമൂട് പാങ്ങോട് പോലീസ് സ്റ്റേഷനിലായിട്ട് 3 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതിലെ പ്രതി പോലീസ് നിരീക്ഷണത്തിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം വളരെ വിശദമായിട്ടുള്ള അന്വേഷണം നടന്നു വരികയാണ്. പ്രതി സംഭവത്തിന് ശേഷം നേരിട്ട് പോലീസ് സ്റ്റേഷനിൽ വന്ന് കീഴടങ്ങുകയാണ്. പ്രതിയുടെ മൊഴി നമ്മളങ്ങനെ കൃത്യമായിട്ട് എടുക്കാൻ സാധിച്ചിട്ടില്ല. കാരണം പ്രതി ആ സമയത്ത് പോയിസൺ കഴിച്ചിരുന്നോ എന്ന് സംശയം ഉണ്ടായിരുന്നുകൊണ്ട് അപ്പോൾ തന്നെ പ്രതിയെ ഹോസ്പിറ്റലൈസ് ചെയ്യായിരുന്നു. അങ്ങനെ ഓരോന്നും കൃത്യം പറയാൻ ഈ സമയത്ത് ബുദ്ധിമുട്ടാണ്. പക്ഷേ എങ്കിലും
രാവിലെ 10 മണിക്കും വൈകുന്നേരം 6 മണിക്കും ഇടയിലുള്ള സമയത്താണ് ഈ എല്ലാ കൃത്യങ്ങളും നടന്നിട്ടുള്ളതായിട്ടാണ് നമുക്കിപ്പോൾ ബോധ്യമാകുന്നത്. കൊലപാതകത്തിന് ഉപയോഗിച്ച ആയുധം എന്താണെന്ന് മനസ്സിലാക്കാൻ അത് മനസ്സിലായിട്ടുണ്ട്, ആയുധം നമുക്ക് മനസ്സിലായിട്ടുണ്ട്. എല്ലായിടത്തും ഒരേ ആയുധം തന്നെയാണോ ഉപയോഗിച്ചിട്ടുള്ളത്? അത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും കൂടി വന്നാലേ നമുക്ക് പരിപൂർണമായിട്ട് പറയാൻ സാധിക്കും. പ്രതി ഡോക്ടറെ കസ്റ്റഡിയിലായതുകൊണ്ട് നമുക്ക് അങ്ങനെ മൊഴി എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ്. ലഹരി ഉപയോഗിച്ചിട്ടോ അങ്ങനെ അതെല്ലാം വിശദമായിട്ടുള്ള പരിശോധനയിലേ മനസ്സിലാക്കാൻ സാർ, സാധിക്കും. ഈ പെൺകുട്ടി എപ്പോഴാണ് സാർ ഇയാൾ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നത്? എന്താണ് ആ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ? അത് ഈ പ്രതിയെ ഇനി വീണ്ടും പ്രതിയുടെ മൊഴി കൃത്യമായിട്ട് രേഖപ്പെടുത്തിയത് നമ്മൾ ഓരോന്നും വെരിഫൈ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കൂ. പെൺകുട്ടിയുടെ മാതാപിതാക്കൾ എന്തെങ്കിലും വിവരങ്ങൾ തന്നിട്ടുണ്ടോ? അല്ല, അവക അന്വേഷണം നടന്നു വരുന്നേ ഉള്ളൂ. ജസ്റ്റ് നമ്മൾ വീട്ടിൽ നിന്ന് എന്തെങ്കിലും ആയുധങ്ങൾ സാമ്പത്തിക ബുദ്ധിമുട്ട് ഏതെങ്കിലും കാരണമായിട്ടുണ്ട്? അല്ല, ഈ ഫാമിലിയിൽ സാമ്പത്തികമായിട്ട് എന്തോ ബുദ്ധിമുട്ടുള്ള പ്രശ്നമുള്ളതായിട്ട് ഇങ്ങനെ സൂചനയുണ്ട്. അത് ഇത്രമാത്രം ശരിയാണെന്നുള്ള അറിയില്ല. വീട്ടിൽ നിന്ന് ആയുധങ്ങൾ അല്ല, അങ്ങനൊന്നും നമുക്ക് ഇതുവരെ നമുക്ക് പറയാൻ സാധിക്കില്ല. ആയുധങ്ങൾ കാണുന്നുണ്ട്, അവിടെ സ്ഥലത്ത് കാണുന്നുണ്ട്. 5 പേരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഒരാളും കൂടെ ഹോസ്പിറ്റലൈസ്. ആരോഗ്യസ്ഥിതി എങ്ങനെയാണ് മാതാവിന്റെ? അത്ര ഒരു ഗുണകരമായിട്ടുള്ളതല്ല, കുറച്ച് ക്രിട്ടിക്കലായിട്ടാണ് പറയുന്നത്. എന്തായാലും ഈ ഒരു സംഭവത്തിൽ പോലീസ് കൂടുതൽ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഉയർന്ന ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഇപ്പോൾ ഈ ഒരു സംഭവ സ്ഥലത്ത് എത്തിച്ചേർന്നിട്ടുണ്ട്. ഏതായാലും നാളെയാണ് ഇൻക്വസ്റ്റ് നടപടികൾ നടക്കുക എന്നതാണ് നമുക്ക് അധികൃതരിൽ നിന്നും വ്യക്തമാകുന്നത്. എന്തായാലും ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും, നാട്ടുകാരും എല്ലാവരും തന്നെ തടിച്ചു കൂടിയിരിക്കുകയാണ്. അത്തരത്തിലൊരു ഞെട്ടലുണ്ടാക്കുന്ന വാർത്തയാണ് ഇപ്പോൾ എന്തായാലും പുറത്തു വരുന്നത്. ക്യാമറാമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.